മത്സരികളുടെ നടുവിൽ ദൈവം നിങ്ങളെ തളർപ്പിക്കും. ദൈവം നിങ്ങളെ അടയാളപ്പെടുത്തും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സമ്പത്താണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. നിങ്ങളെ തൊടുന്നവൻ ദൈവത്തെ തൊടുകയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുകയാണ്. ദൈവം നിങ്ങളെ തളർപ്പിക്കും നിശ്ചയമായും. തിരുവചനത്തിൽ നമുക്കത് കാണാം. ദൈവമാണ് മോശയെ തിരഞ്ഞെടുത്തത്. ദൈവമാണ് അഹരോനെ തിരഞ്ഞെടുത്തത്. ഇവരെ മാത്രമാണോ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ചിലർ തർക്കിക്കാനും വാദിക്കാനും പിറുപിറുക്കാനൊക്കെ തുടങ്ങി. ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യരോട് തർക്കിക്കാൻ തുടങ്ങി. ഭൂമിയിൽ നടക്കുക കാര്യങ്ങളാണ്. പക്ഷെ സത്യത്തിൽ അവർ തർക്കിച്ചതും വാദിച്ചതൊക്കെ മനുഷ്യരോടാണെന്ന് തോന്നിയാലും അവർ മത്സരിക്കുകയായിരുന്നു. മത്സരം അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് നേരെയായിരുന്നു. ഇതിന് പുറകിലൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ദൈവം അത് അടയാളപ്പെടുത്തും. അധിക സമയം വൈകാതെ തന്നെ ദൈവം അത് അടയാളപ്പെടുത്തും. ദൈവം പറഞ്ഞു, വിഷയത്തിൽ ദൈവം ഇടപെടുക. ദൈവം ഇടപെടും. ദൈവത്തിൻ്റെ സഭ ചോര കൊടുത്തു വാങ്ങിയതാണ്. ദൈവത്തിൻ്റെ ശേഷിപ്പിനെ ദൈവം ഒന്ന് പുറത്തെടുക്കും. ദൈവം പറഞ്ഞു, ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ വടിയെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിനെ പെട്ടകത്തിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. അതിൽ ദൈവം തിരഞ്ഞെടുത്ത ലേവി ഗോത്രത്തെ ദൈവം അടയാളപ്പെടുത്തി. പൗരോഹിത്യത്തെ ദൈവം അടയാളപ്പെടുത്തി. അഹരോൻ്റെ വടി, അത് മണ്ണുമായി ബന്ധമില്ലാത്ത, സൂര്യപ്രകാശവുമായി വെള്ളവുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വടിയാണ്. ഒരു വടി. അതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവച്ചപ്പോൾ 10 വർഷം കൊണ്ട് പുറത്തു വരേണ്ട ഒരു ബദാമിൻ്റെ കൊമ്പ, ആ ഫലത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവം പുറത്തെടുപ്പിച്ചു. പരസ്യമാക്കി. ദൈവം പരസ്യമാക്കും. ദൈവം തളിർപ്പിക്കും. തളിർത്തു പൂത്തു ബദാം ഫലം കായ്ച്ചു. ആർക്കും തർക്കിക്കാനോ വാദിക്കാനോ ഇനി മത്സരിക്കാനോ ഒരവസരം പോലും ഇല്ലാതെ വണ്ണം ദൈവം അടയാളപ്പെടുത്താൻ തുടങ്ങി. ഒരു ഉണർവ് ചലിക്കും. തളിർപ്പ് ഒരു ഉണർവാണ്. ഒരു ഉണർവ് ചലിക്കും. കൃപയുടെ വചനത്തിന് ദൈവം സാക്ഷി നിന്നുകൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം കൂടെയുണ്ടെന്ന് ദൈവം ഉറപ്പിക്കും. ദൈവം അത് ചെയ്യും. അന്ത്യകാലത്ത് യുദ്ധമുണ്ട്. അന്ത്യകാലത്ത് ക്ഷാമമുണ്ട്. അതുമാത്രമല്ല, അന്ത്യകാലത്തൊരു ഉണർവുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലെ ആത്മാവിനെ പകരും. ഭൂതങ്ങൾ വിട്ടുപോകും. ബന്ധനങ്ങൾ അഴിയും. രോഗികൾ സൗഖ്യമാകും. ആത്മാക്കൾ വിടുവിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സഭയെ ദൈവം അടയാളപ്പെടുത്തും. വിശ്വസിക്കുക. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.